ഉള്ളതല്ല പള്ളി, പിന്നെ എന്തിനാ? തന്റെ തടി വെക്കാനായിരിക്കും. അത് പക്ഷേ മുമ്പത്തെ സംസാരമാണ്. അതെന്തോ ആകട്ടെ, ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു കള്ളക്കേശം കൊണ്ടുവന്നിട്ട് അത് നബിയുടേതാണെന്ന് പറഞ്ഞിട്ട് അത് മുക്കിയ ജ്യൂസും വെള്ളവും ജനങ്ങളെ കുടിപ്പിച്ച് വിശ്വാസരംഗത്തവരെ അലസരാക്കി ഉറക്കിക്കിടത്തിയിട്ടുള്ള ആ പുരോഹിതനിപ്പോൾ വേറെ ഒരു പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇക്കൊല്ലം ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടിയിട്ട വെള്ളത്തിന് ഇക്കുറി മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടത്രേ. ആ മുടി ജ്യൂസിൽ ഞാൻ ഇത്തവണ മദീനത്തെ നബി തങ്ങളുടെ ഖബറിൻ പുറത്തുള്ള മണ്ണിന്റെ പൊടി കൂടി ഇട്ടിട്ടാ കൊടുക്കുന്നത്. കാന്തപുരം അതാ മുടിവെള്ളത്തിൽ മണ്ണും കലക്കി നബി തങ്ങളുടെ ഖബറിന്റെ പുറത്തുനിന്ന് മണ്ണ് വാരാൻ ഇയാൾക്ക് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കല്ലേ അവിടെ? അതേ കളവുകൾ എത്രയാണ് ആവർത്തിക്കുന്നത്. അങ്ങനെ മദീനയിലുള്ള മണ്ണാണ്, നബി തങ്ങളുടെ ഖബറിന്റെ മീതെയുള്ള മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ണും കൂടി കലക്കിയിട്ട് സംസം വെള്ളവും ചേർത്തുകൊണ്ടാണ് വലിയ ചെമ്പിലേക്ക് ഈ വെള്ളം കൊടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് മുടിയില്ലതെ പൊടിയും കലക്കിയിട്ട് മുടിപൊടി വെള്ളം കൊണ്ട് തബറുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം വിടൂല ഒരൊറ്റ മുജാഹിദും. നിങ്ങളെ പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങളെ ഇതാ തളച്ചിടുന്നു. നബിതങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹബീബിന്റെ ഒരു മുടിയും നിങ്ങളുടെ കൈകളിലില്ല, ലോകത്തരിന്നെവിടെയുമില്ല. ഉണ്ടെങ്കിൽ ഹാതൂ ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ, സത്യം പറയുന്നവരാണെങ്കിൽ കൊണ്ടുവായോ തെളിവ്. എന്താ തെളിവ്? നബിതങ്ങൾ ആർക്ക് മുടി കൊടുത്തു, അവിടെ നിന്ന് ആർക്ക് മുടി കിട്ടി എന്ന കൃത്യമായി നിങ്ങളുടെ വശം എത്തിയ മുടിയുടെ സനദൊന്നു പറയോ. സനദ് എന്നത് ഇന്ന് അമുസ്ലിം പത്രപ്രവർത്തകർക്ക് പോലും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നാടൊട്ടാകെ പണം വിരിച്ച കള്ളക്കേശം, അതേ അതുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാൻ സമ്മതിക്കില്ല. നബിയുടേതല്ലാത്ത ഒന്ന് നബിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. കേന്ദ്രവും പള്ളിയൊക്കെ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കുക? അവിടെ ആരുടെ മുടിയും കൊണ്ടുപോയിട്ട് അട്ടിയിട്ടോ ഒരു പ്രശ്നമില്ല, തൂക്കിയിട്ടോ വനംകൊല പോലെ ഹബീബിന്റെതാണെന്ന് മാത്രം പറഞ്ഞു പോകരുത്. അതേ ഞങ്ങൾക്ക് വാശിയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം കൊണ്ടാണിത് പറയുന്നത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് നബിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് നഗറുകൾ നടത്തുന്നില്ലല്ലോ? അതല്ലേ മറ്റൊരു സംശയം. നബി ഞങ്ങൾക്ക് സ്വലാത്തുണ്ട്, സ്വലാത്ത് നഗറുകളില്ല. സ്വലാത്തിന്റെ പേരിൽ ചൂഷണമില്ല. നിങ്ങളിപ്പോൾ ഒരു പരസ്യം കൊടുക്കുന്നു. എന്താണ്? 1 കോടി സ്വലാത്ത് മദീനത്തേക്ക് പാർസലേക്കാനുള്ള പരിപാടി. എല്ലാവരോടും നിങ്ങൾ പരസ്യം ചെയ്യുന്നു. ആവുന്നത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര സ്വലാത്താ ചൊല്ലിയത് എന്ന് ആണും പെണ്ണുമൊക്കെ മുസ്ലിയാർക്ക് SMS അയക്കണം. ഖദീജ കുട്ടി ചൊല്ലിയത് 301, അമ്മദ് കുട്ടി ചൊല്ലിയത് 401, ഫാത്തിമ ചൊല്ലിയത് 701, ജമീല ചൊല്ലിയത് 712, മുസ്തഫ ചൊല്ലിയത് 433. ഇങ്ങനെ കണക്ക് കിട്ടിയിട്ട് 1 കോടി തികഞ്ഞാൽ സഖാഫി ഉസ്താദ് മദീനത്തേക്ക് കയറ്റിവിടും പോലും അതേ കോടിക്കണക്കിന് സലാത്ത് ഞങ്ങൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന പോലും നിങ്ങളുടെ ഓശാരം വേണോ? മുസ്ലിമേ, എന്താ നമ്മുടെ വിശ്വാസം? ഒരു സലാത്ത് ചൊല്ലിയാൽ അതവിടെ എത്തിക്കാൻ അള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് SMS അയക്കണോ? ചൊല്ലുമ്പോഴേക്ക് റബ്ബവിടെ എത്തിച്ചാൻ സംവിധാനമില്ലേ? അത് പിന്നെ നിങ്ങളുടെ SMS ഒന്ന് കിട്ടിയിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങളുടെ ഓശാരത്തോടെ ഔദാര്യത്തോടെ മദീനയിലേക്ക് കയറ്റി അയക്കാൻ ഇതെന്താ തെങ്ങിൻ പട്ടയാണോ തേങ്ങാക്കൊലയാണോ കയറ്റി അയക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ രീതികളിലും നിങ്ങൾ ഈ പറയുന്ന രീതിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വലാത്തുണ്ട്, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു, പക്ഷേ സ്വലാത്ത് കയറ്റി അയക്കലില്ല. അതിന്റെ പേരിൽ ചൂഷണമില്ല, സ്വലാത്ത് നഗറുകളില്ല.